Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് വെച്ചൊരു സ്റ്റാർട്ടറാണ് ചെയ്യാൻ പോകുന്നത്. മറ്റേ ഫലൂദയാണ് ചെയ്യാൻ പോകുന്നത്. ഫലൂദ എന്ന് കേൾക്കുമ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുവാന്നേൽ അത്രയും സന്തോഷമാണ് പിള്ളേർക്ക് അല്ലേ. വെളിയിൽ പോയി മേടിച്ച് കുടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാന്നേൽ ഏറ്റവും നല്ല ഹൈജീനായിട്ട് നമുക്ക് കൊടുക്കാനൊക്കെയും ചെയ്യും. മാത്രമല്ല നമുക്കൊരു റെസിപ്പി നമുക്ക് പഠിക്കുകയും ചെയ്യാൻ ഒക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒന്ന് ഫലൂദ, പിന്നെ ഒന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് വെച്ച് ചെയ്യുന്നത് സ്മോക്ഡ് പാപ്രിക്ക പ്രോൺസ് ആണ്. സ്മോക്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ കൂട്ടനെ പറഞ്ഞ കനനകത്തൊക്കെ വെച്ചേച്ചും അതിനെ ചുട്ടെടുക്കുകയൊക്കെ വേണം. അതെന്തായാലും പറ്റിയല്ല. നമ്മൾ വീട്ടമ്മമാർക്ക് ഒട്ടും വെക്കാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കാലത്ത് ആണെങ്കിലും പണ്ടത്തെ കാലത്തെ കൂട്ട് അടുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മിക്കവരും ഒന്നെങ്കിൽ ഗ്യാസേലാണ് വെക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോട്ട് വേറൊരു ഓപ്ഷൻ ഇല്ല കഴിയുന്നതും എല്ലാ വീട്ടിലും. പിന്നെ ഈ പറഞ്ഞോട്ട് ഓവണേലാന്നേൽ ഈ ഗ്രില്ല് കൂട്ടിയെടുക്കാനൊന്നും എനിക്ക് അധികം അറിയാൻ മേല കേട്ടോ. ഞാൻ അതുകൊണ്ട് ഓവണയിൽ ആപ്പാടെ ഒരേ ഒരു ജോലിയേ ചെയ്യാറുള്ളൂ. എന്നേൽ ആഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓവണയിൽ ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. അത് തന്നെയാണ് മിക്ക വീട്ടിൽ നടക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പഴകുന്ന എന്നതാ ഒരു നമ്മൾ സ്റ്റൗവിനകത്ത് ഗ്യാസിനകത്ത് വെച്ചാൽ. അപ്പോൾ എന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ ഞാനിത് പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ സ്മോക്ഡ് എന്നൊക്കെ കേട്ടിട്ട് പേടിക്കണ്ട. അതിന് പകരം സ്മോക്ഡ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്തേച്ചാൽ മതി. നമുക്ക് അതിന് വേണ്ടി സാധനങ്ങൾ എന്നാന്ന് അറിയണ്ടേ. അത് വേണ്ടി നമുക്ക് കുറച്ച് കൊഞ്ച, ഇപ്പോഴത്തെ ഈ ഇടയിലൊക്കെ ആന്നേൽ നമുക്ക് കുഞ്ഞു കൊഞ്ച കിട്ടുന്നത്. പക്ഷേ ഇച്ചിരി ടൈഗർ പ്രോൺസ് കിട്ടുവാന്നേൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടി ഒരു എടുപ്പ് വരുവേ. ഇപ്പം എൻ്റെക്ക് ഇപ്പം നമ്മുടെ ഈ സീസണിൽ ഇത്രയും കൊഞ്ച കിട്ടുന്നത്. അന്നേരം നമ്മൾ ഹെൽപ്ലെസ്സാണ്. ഇപ്പം ഞാൻ മേടിച്ചേക്കുന്ന എൻ്റെ എൻ്റെ വെയിനും എല്ലാം കളഞ്ഞേച്ച് വെച്ചേക്കുക. എത്രയാണ് വേണ്ടിയതെന്ന് വെച്ചാൽ സ്റ്റാർട്ടർ നോക്കി വെച്ച് ക്വാണ്ടിറ്റി എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ബ്ലാക്ക് സോൾട്ട്, പിന്നെ വേണ്ടിയത് കുറച്ച് അരിപ്പൊടി. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് വരുന്ന മൈദ ഇടുമ്പോഴാണ്. പക്ഷെ മൈദ നമ്മുടെ ഹെൽത്തിന് ഇച്ചിരി കേടാന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും കറങ്ങിത്തിരി നമ്മളെല്ലാവരും ബേക്കറി ഐറ്റമും കഴിക്കും, ബറോട്ടയും കഴിക്കും. അല്ല മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. പിന്നെ ഉള്ളത് കുറച്ച് ചില്ലി പൗഡർ, നമ്മൾ സാധാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ആണ് കുറച്ച് പാപ്രിക്ക പൗഡർ. പിന്നെ വേണ്ടിയത് കുറച്ച് പാസ്ലി ലീവ്സ്. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി. പിന്നെ ആണെങ്കിൽ കുറച്ച് ഉപ്പ്. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ് വേണ്ടിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് മുട്ട. പിന്നെ വേണ്ടിയത് കുറച്ച് ഒലീവ് ഓയിൽ. ഇത്രയേ ഉള്ളൂ വേണ്ടിയ സാധനങ്ങൾ. ഇതിനകത്ത് നമുക്ക് പുതിയതായിട്ട് തോന്നുന്ന ഒരേ ഒരു രണ്ട് കാര്യങ്ങളാണ്. എന്നാണെന്നറിയാവോ, ഒന്ന് പാപ്രിക്ക പൗഡറും ഒന്ന് നമ്മുടെ പാസ്ലി ലീവ്സുമാണ്. ഇത് ശരിക്കും നമ്മുടെ മാർക്കറ്റിൽ നല്ലതായിട്ട് അവൈലബിളാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് നമ്മുടെ പൊടി ആദ്യം പൊടിക്കണം. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊഞ്ച് ആദ്യം വേവിച്ചെടുക്കാം. കൊഞ്ച് വേവിച്ചെടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടിയതറിയോ, ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് നമ്മുടെ കൊഞ്ച് വേവിക്കാം. ഈ കൊഞ്ചിന് വേണ്ടിയ ഉപ്പും കുരുമുളകും മാത്രം. ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചേച്ച് നമുക്ക്, ഒത്തിരി വെള്ളം വേണ്ട, കൊഞ്ചേന്ന് തന്നെ വെള്ളം വരുവേ. അന്നേരം ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട, കുറച്ച് ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം എന്നാന്ന് ചെയ്യുന്നതെന്ന് പറയാം. അടുത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടി, അത് തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അതിനെന്നാ ചെയ്യുന്നത്, നമുക്ക് ഈ എല്ലാം പൊടിയാണ്, പക്ഷെ പാസ്ലി ലീവ്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൊടിച്ചെടുക്കണം. മാത്രമല്ല വെളുത്തുള്ളിയുണ്ട്, അത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നല്ല ഡ്രൈ മിക്സി ആയിരിക്കണേ. അതിനകത്ത് ഒട്ടും ഒരു എന്നാ പറയുന്നത്, ഒരു കുറച്ചുകൂടി ഇച്ചിരി പോലും വെള്ളം വേണ്ട. അന്നേരം പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ടി പിടിക്കുവേ, അതുകൊണ്ട് വേണ്ട. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു മിക്സി എടുത്ത് വെള്ളമൊക്കെ നല്ലതായിട്ട് അങ്ങോട്ട് തുടച്ചേച്ചും അതിനകത്തോട്ട് ഫസ്റ്റ് നമ്മുടെ ബ്ലാക്ക് സോൾട്ട്. അത് ബ്ലാക്ക് സോൾട്ട് ഇട്ടാനുള്ള ഗുണമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആ സ്മോക്ഡ് എഫക്റ്റ്, നല്ല സ്മോക്ഡ് എഫക്റ്റ് ബ്ലാക്ക് സോൾട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും വരും. പിന്നെ കുറച്ച് അരിപ്പൊടി.
എരിവ് അനുസരിച്ച് നമ്മുടെ മുളക് പൊടി. ഇതിന് പക്ഷെ ഒത്തിരി സ്പൈസി വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ, പിന്നെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് പാസ്ലി ലീവ്സ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത്രയേ ഉള്ളൂ. ഇതിനെ നല്ലതായിട്ട് ഇത് മറ്റേ പിന്നെ വെള്ളം ചേർത്ത് നമ്മൾ അരയ്ക്കുന്ന കൂട്ട് ആവുകയല്ല, നല്ല പൊടി പോലെ ആയി വരും. ഓക്കെ, ഇനി ഈ പൊടി ഇവിടെ ഇരിക്കട്ടെ. ഇനി കൊഞ്ച് വെന്തതിന് ശേഷം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട എടുത്ത് നമ്മൾ കട്ട്ലേറ്റ് ചെയ്യുകയല്ലേ എന്ന് പറയുന്ന കൂട്ട് തന്നെ ചെയ്തേച്ചാൽ മതി. മുട്ട അടിച്ചേച്ച് വെന്ത കൊഞ്ച് മുട്ടയ്ക്കകത്തോട്ട് ഡിപ്പ് ചെയ്തേച്ച് നമ്മുടെ ഈ പൊടിയിൽ മുക്കി ഇച്ചിരി, ഒത്തിരി എണ്ണ ഒഴിക്കല്ലേ, ഇച്ചിരി എണ്ണ വെച്ചേച്ച് ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്തേച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കൊഞ്ചിനെ പറ്റിയുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ സ്റ്റാർട്ടർ. അതുകൊണ്ട് വീട്ടിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. കൊഞ്ച് കഴിക്കാത്ത പിള്ളേരാന്നേലും ഒക്കെ ഈ പ്രോൺസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള പൊടിയാണ്. കണ്ടോ, ഇത് ബ്രെഡ് ക്രംസ് പോലെ തന്നെ ആവുമേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കൊഞ്ചല്ലേ ഉള്ളൂ. അന്നേരം നമുക്ക് എന്നാ ചെയ്യണം, ഒരു മുട്ട ഞാനിപ്പോൾ എടുക്കാം. അത് പോരാന്ന് തോന്നുവാന്നേലും നമുക്ക് അടുത്തെടുത്തേച്ചാൽ മതി. ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന മുട്ടയാന്നേൽ തീരെ കുഞ്ഞാ. അന്നേരം ഞാൻ ഒന്നുകൂടെ ഒഴിച്ചോട്ടെ. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു ഇതിനകത്ത് 10-30 കൊഞ്ചുണ്ട്, അന്നേരം എത്തുകയില്ല. അന്നേരം ഞാൻ ഒരു മുട്ടയും കൂടെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ കൊഞ്ച് നല്ലതായിട്ട് വെള്ളമില്ല, എല്ലാം വെള്ളവും പറ്റിയേക്കുക. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇച്ചിരി ചൂടാന്നേ. ഇതിനകത്തോട്ട് നമ്മുടെ പാൻ വെക്കണം. ആദ്യം ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. ഒത്തിരി എണ്ണയല്ല, ഒത്തിരി എണ്ണ ഒഴിച്ചാലുള്ള ഒരു കുഴപ്പം എന്നാണെന്നറിയാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് മീൻ വറുത്ത കൂട്ടിരിക്കും. അന്നേരം അത് നമ്മൾ ഈ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനൊന്നും അത്ര ഒക്കിയല്ല. നമ്മൾ ഇടുന്ന പ്രോണ് കൊഞ്ചുണ്ടല്ലോ, രണ്ട് സൈഡിലും ഒന്ന് വറുത്ത് കിട്ടിയേച്ചാൽ മതി. അത്രയോ അതിൻ്റെ ആ ഒരു പരുവേ. അന്നേരം ഒത്തിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഡീപ് ഫ്രൈ ആയിപ്പോവും. പിന്നെ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന മാരിനേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയേക്കുന്ന ബാറ്ററല്ല, ആ ഒരു പൊടിയുടെ ഒരു ഫ്ലേവറും അതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് തിരിച്ചു മറിച്ച് വിട്ടേച്ചാൽ മതി. അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പ്രോൺസ് എടുത്തിട്ട് നമ്മുടെ മുട്ടയിൽ മുക്കിയേച്ച് നമ്മുടെ പൊടിയേൽ മുക്കിയേച്ച് വറുത്തെടുക്കാം. ഇച്ചിരി ചൂടാണേ. ആന്നേല് നല്ല കുറച്ച് വെച്ചേച്ച് വറുത്താൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കല്ലേ. എന്നാൽ നമുക്ക് ആ പ്രോൺസിൻ്റെ ആ ഒരു ഇച്ചിരി പ്രോൺസൊക്കെ ഇടയിൽ കൂടെ ഒന്ന് കാണണം. അതാ അതിൻ്റെ ഒരു ശരി. ഇതാണെങ്കിൽ പിന്നെ അധികം നേരമില്ല, പെട്ടെന്നാവും. നമ്മൾ കൊഞ്ചാന്നേ വേവിച്ചതാ, അന്നേരം പിന്നെ ഒത്തിരി നേരം ഒന്നും എടുക്കുകയില്ല. ഞാൻ എൻ്റെ പ്രോൺസ് വറുത്ത് ഞാൻ മൈക്രോവേവിൽ വെച്ചേക്കുക. സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി വെച്ച് ഒന്ന് നല്ലതായിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ഫലൂദ ഉണ്ടാക്കാൻ പോകുന്നത്. ഫലൂദ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ അതിന് എത്രയായാലും നമുക്ക് പാല് വേണമെന്നറിയാം. അപ്പോൾ പാലിനൊരു ഇച്ചിരി ജോലി എന്നാണെന്നറിയാമോ? ആ പാല് നമ്മളിപ്പം 1/2 ലിറ്ററോ അല്ലെങ്കിൽ 1 ലിറ്ററോ മേടിക്കുവാന്നേൽ അത് കാച്ചി ഇച്ചിരി ഒന്ന് കുറുകണം. ഒത്തിരി അല്ല, ഒരു ഇച്ചിരി കുറുകണം. അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാം, ഇപ്പം ഞാൻ ഈ പാനിലോട്ട് ആ പാലൊന്ന് ഒഴിച്ചേച്ച്
കുറുകാനായിട്ട് വെക്കാം. ഇച്ചിരി നേരം എടുക്കുകയല്ലേ. എന്നിട്ട് അത് തിളച്ച് കുറുകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാൽ എഴുതിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇന്ന് പാല് അടുപ്പേ വെക്കട്ടെ. ഓക്കെ, പാല് അവിടെ നിന്ന് തിളച്ച് കുറുകണം. കുറച്ചൊന്ന് കുറുകണം പാൽ, എന്നാലേ ആ ഒരു തിക്നെസ് നമ്മുടെ ഫലൂദായ്ക്ക് കിട്ടത്തുള്ളൂ. ഇനി അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒത്തിരി വലിയ കാര്യമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഫ്രൂട്ട്സാണ് കൂടുതൽ വേണ്ടിയേ. ഞാനിവിടെ എടുത്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് ആപ്പിളാണ്. പിന്നെ വേണ്ടിയത് എന്നാന്നോ കശകശയാണ്. കശകശാനെന്ന് പറയുന്നത് നമ്മൾ സ്പൈസസിനകത്ത് ഇടുന്ന കശകശയല്ല. പിന്നെ വേണ്ടിയത് കുറച്ച് ഐസ്ക്രീം. പിന്നെ വേണ്ടിയത് ജെല്ലിയാ. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു യെല്ലോയും എടുത്തിട്ടുണ്ട്, ഒരു റെഡ്, ഒരു മെറൂൺ കളർ. പിന്നെ വേണ്ടിയത് കുറച്ച് വേർമസിലിയ. ഇത് ഏതാണെന്നറിയോ? നമ്മൾ ഫലൂദ വേർമസിലി എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് മേടിച്ചേച്ച് ഞാൻ ഇച്ചിരി വേവിച്ച് വെച്ചേക്കുക. അത് കളേർഡ് കിട്ടും. കളേർഡ് വേണമെങ്കിൽ കളേർഡ് മേടിച്ചോ. പിന്നെ വേണ്ടിയത് കുറച്ച് സ്ട്രോബെറി സിറപ്പാണ് വേണ്ടത്. പിന്നെ വേണ്ടിയത് കുറച്ച് മുന്തിരിങ്ങ. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര. ഇത്രയും സാധനമായത് വേണ്ടിയത്. ഇനി എന്നാന്ന് വെച്ചാൽ പാലിന് വേണ്ട മധുരം. ജെല്ലിയിൽ മധുരമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനകത്തും മധുരമുണ്ട്. അന്നേരം നമ്മുടെ പാലിനും വേണ്ടി മാത്രം കുറച്ച് മധുരം ഇതിനകത്തോട്ട് ചേർക്കണം. ഈ ഫലൂദ ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലെയർ ചെയ്യാം, എന്നാ വേണേലും. ചിലടത്താന്നേൽ ഫ്രൂട്ട്സ് ഇല്ല, ചിലടത്ത് ഫ്രൂട്ട്സ് ഇട്ട് തരാറുണ്ട്, ചിലടത്ത് വാനില ഐസ്ക്രീം കൂടാറുണ്ട്. അങ്ങനെ നമ്മുടെ ചോയ്സസ് ആയത്. പക്ഷേ ബേസിക് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേർമസിലി വേണം, ജെല്ലി വേണം, പിന്നെ സ്ട്രോബെറി സിറപ്പ് വേണം. അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ റോസ് മിൽക്ക് ചേർത്താലും മതി, അങ്ങനെ ആയാലും മതി. പക്ഷെ ഇവിടെ ഞാൻ ഇച്ചിരി ഹെൽത്തും കൂടെ നോക്കിയേച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടേക്കുക. പിള്ളേർക്കാന്നേലും തന്നെ ഫ്രൂട്ട്സ് കൊടുത്താലൊന്നും തിനി വേല. അന്നേരം ഫലൂദായുടെ കൂടെ ഇടുവാന്നേലും എന്നാ രസമായിട്ട് കഴിക്കുമെന്നറിയോ. പിന്നെ വേണ്ടിയത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, അത് കുറച്ച് പിസ്താച്ചു. പിന്നെ വേണ്ടിയത് കുറച്ച് ബദാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫലൂദായ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി പണി വരുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ എന്നാ പറയുന്നത് പാൽ അങ്ങോട്ട് തിളയ്ക്കാൻ വെച്ചേച്ചാൽ അതൊരു ഇച്ചിരി നേരം ഒന്ന് കുറുകി കിട്ടണ്ടേ. ആ ഒരു പരുവം മാത്രമേ ഉള്ളൂ ഈ ഫലൂദായ്ക്ക് ഇച്ചിരി നേരം എടുക്കുന്നത്. ഇനി പാല് ഇച്ചിരി കുറുകാൻ നേരം എടുക്കേ. അപ്പോൾ ശരിക്കും ഫലൂദ നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ടോൾ ഗ്ലാസ് തന്നെ എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഗ്ലാസ് ആണെങ്കിൽ ടോൾ ഗ്ലാസ് എപ്പോഴും നല്ല അപ്പിയറൻസ് ഉള്ളത്. അപ്പം ഞാനിവിടെ 2 ടോൾ ഗ്ലാസ്സസ് വെച്ചിട്ടുണ്ട്. ഇതിനകത്താന്നു ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഇത്രയും ഐറ്റം ഇതിനകത്ത് ചേർത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇച്ചിരി ഒന്ന് ലെയർ ചെയ്യാം, ലാസ്റ്റ് നമ്മൾ പാൽ ഒഴിക്കത്തുള്ളൂ. ഫസ്റ്റ് ഞാൻ നമ്മുടെ ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി ബോട്ടമിൽ കുറച്ച് സ്ട്രോബെറി സിറപ്പ്, 1 സ്പൂൺ. നെക്സ്റ്റ് നമുക്ക് വേർമസിലി ഇടാം, അപ്പോൾ വൈറ്റും റെഡും കൂടെ ആവും. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കശകശ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ യെല്ലോ ജെല്ലി. കളർ സെൻസ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് റെഡ് ജെല്ലി. ഇനിയിപ്പോൾ റെഡ് അല്ലേ, അപ്പോൾ നമ്മൾ യെല്ലോ നെക്സ്റ്റ് പൈനാപ്പിൾ.
പാല് നല്ല തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇച്ചിരി നേരായിട്ട് അത് തിളയ്ക്കുക. അന്നേരം ഞാൻ തീ അങ്ങ് കുറച്ചേക്കുമായിരുന്നേ. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഒരു സ്ട്രോബെറി സിറപ്പ് ഒഴിക്കാൻ പോവാം. ഈ ഷെയ്ഡ് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചാൽ ഇത് ഇച്ചിരി നേരം ഒന്ന് ആറണം. അതായത് ഈ ചൂടോടെ നമ്മൾ അതിനകത്ത് ഒഴിക്കാൻ ഒക്കത്തില്ല. കുറച്ചൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്കിനി ഇതിനകത്ത് ലെയർ ചെയ്യാനുള്ളത് 1 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീമാണ്, 2 എണ്ണത്തിനകത്തും വേണ്ടിയത്. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് പാല് ചേർത്തേച്ചാൽ മതി. ഇനി വേറെ ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ഞാൻ എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പ്രോൺസും പ്രസൻറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് എൻ്റെ എന്താ പറയുന്ന പാൽ ഒരിച്ചിരി തണുക്കും. അപ്പം നമുക്ക് പാല് ഒഴിച്ച് ഐസ്ക്രീമും സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഫൈനൽ പ്രസൻറ്റേഷൻ ചെയ്യാം. ഞാനേ നമ്മുടെ പ്രോൺസിനെ ഈ ഒരു ഷേപ്പിലൊക്കെ ഞാൻ ഇച്ചിരി പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ എൻ്റെ പാല് നല്ലിട്ട് ആറിയിട്ടുണ്ട്. ഇതിനകത്തോട് ഞാൻ എൻ്റെ സ്ട്രോബെറി മിൽക്ക് ഒഴിക്കാൻ പോവാം. ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ബദാം, കുറച്ച് പിസ്താഷ്യൂ, പിന്നെ കുറച്ച് നമ്മുടെ സ്ട്രോബെറി സിറപ്പ് ഒന്ന് ഡ്രിസിൽ ചെയ്യാം. ഇതാന്നു നമ്മുടെ ഫലൂദ. ഇത്രയേ ഉള്ളൂ ഫലൂദ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് കുറച്ച് ഈ നമ്മുടെ ഐസ്ക്രീം ഒക്കെ മെൽറ്റ് ആകുമ്പോഴത്തേക്ക് സ്ലോലി ഗ്ലാസിൻ്റെ ബോട്ടം വരെ അത് എത്തും. മാത്രമല്ല നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഉണ്ട്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഒത്തിരി ഓവർഫ്ലോ ചെയ്യും. പ്രസൻറ്റേഷൻ ഒത്തിരി നല്ല ആവുകയില്ല. ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ഫലൂദയും പ്രോണും ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റിൻ്റെ കാര്യം പറയാൻ നമ്മൾ മറന്നുപോയി അല്ലേ. എന്നാന്നറിയാം, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് എൻ്റെ അപ്പം തുടങ്ങി എല്ലാവരും എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും നമ്മളിതെല്ലാം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പറയാമല്ലോ അല്ലേ. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വേറെ ആരുമല്ല വരുന്നത്. ഇന്ന് നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടനും ചേച്ചിയും കൂടി അവിടെ വരുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ചേട്ടനിങ് എത്തും. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഇരുന്നാൽ ഒക്കത്തില്ല. ഞാനൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം. നമസ്തേ. അയ്യോ, ഞാൻ വിചാരിച്ചില്ല ഇത്ര വേഗം വരുമെന്ന്. ഞാൻ വിചാരിച്ചു പ്രേക്ഷകരോട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫലൂദ വെക്കാൻ പോയതേ ഉള്ളൂ. അപ്പത്തേക്ക് ചേട്ടനിങ് എത്തി. ഞാനും വിളിക്കും എന്നുള്ള സമാധാനത്തിരിക്കും. പക്ഷെ ശാന്ത അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ആനാ ചേച്ചി എന്നിട്ട് ദൂരെ നിൽക്ക. ചേച്ചിയെ കണ്ടിട്ട് എത്ര ദിവസമായി? ഇങ്ങോട്ട് വരും. ഇനി പറഞ്ഞു എന്നാ പറഞ്ഞ ചേച്ചി എന്നെ പറ്റി? അല്ല, ഇതൊക്കെ കണ്ടിട്ട് ആർത്തിയുണ്ട്. പക്ഷെ എന്നിട്ട് എന്നെ തള്ളി വിടുക. ചേട്ടൻ പോകും, എന്നിട്ട് ഞാൻ പുറകെ വന്നോളാം അല്ലേ. അതെ ചേച്ചി, ഒരു കാര്യം ചോദിച്ചിട്ടെ, ചേട്ടൻ ഇങ്ങനെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധമുള്ള കൂട്ടത്തിലാണോ? ഒന്നുമില്ല. ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്നാ? ചോറ്, സാമ്പാർ, പുളിശ്ശേരി. ഇറച്ചി ഇഷ്ടമല്ല അല്ലേ? ആണോ ചേട്ടാ ഇറച്ചി ഇഷ്ടമല്ലാത്ത? പാവല്ലേ. അയ്യോ, അപ്പൊ മീൻ ഇഷ്ടാ? മീന് കുഞ്ഞ് നെത്തോലിയാണെങ്കിൽ അത് നമ്മളിങ്ങനെ വളർത്തുന്നതല്ലേ, മനത്തിണ്ടി പോലെയൊക്കെ. അത്രയാണ്. ചേട്ടന് ഇഷ്ടം നത്തോലിയാന്നോ? വേറെ ഒരു മീൻ ഇഷ്ടമല്ല? ചേച്ചിയൊക്കെ കഴിക്കുവല്ലേ? ഇറച്ചിയൊക്കെ കഴിക്കുവല്ലേ? പിള്ളേരും കഴിക്കുവല്ലേ? ചേട്ടൻ അവരും കഴിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. കുഞ്ഞുനാളും പോലെ അങ്ങനെയാ? ഞാൻ തടി വെക്കാൻ വേണ്ടിട്ടൊക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ദോശയിലൊക്കെ പൊതിഞ്ഞ് വിഴുങ്ങിയിട്ടുണ്ട്. ദോശയ്ക്കകത്ത് വെച്ച് അറിയാതെ വിഴുങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വരണില്ല. തടി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ടും രക്ഷയില്ല. അപ്പൊ ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഈ നത്തോലി അങ്ങ് വിട്ടേച്ച് ഇച്ചിരി മുഴുത്ത മീനൊന്ന് പിടിച്ചു വയ്ക്കുക. അന്നേരം ചിലപ്പോ ഇച്ചിരി വണ്ണം വെച്ചെന്നിരിക്കും അല്ലേ? വേണ്ട വേണ്ട ചേട്ടാ. ഈ പറഞ്ഞ കൂട്ട് ഒന്ന് വണ്ണം വെച്ച് കഴിഞ്ഞാലില്ലേ, ഈ പറഞ്ഞ കൂട്ട് ഒന്ന് തിരിച്ച് മെലിയാനൊക്കെ എന്നാ പാടാ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹെൽത്ത് ഒക്കെ നമ്മൾ ഒത്തിരി നോക്കുന്ന എത്ര നല്ല അല്ലേ. അതും പോട്ടെ, ഈ മെലിയാനായിട്ട് എത്രയോ കാശ് കൊണ്ട് കളയുക നമ്മള്. ഈ പറഞ്ഞ പോലെ ഞാൻ എന്നും ആഗ്രഹിക്കും മെലിയണം. അയ്യോ, അങ്ങനെ പറയല്ലേ. തടി വയ്ക്കാനൊക്കെ ഭയങ്കര രസമല്ലേ. വേണ്ട ചേട്ടാ, കാണുമ്പോ നമുക്ക് കൊതിയാ. അയ്യോ എന്റെ പൊന്നു ചേട്ടാ വേണ്ട.
തടി വെച്ചേച്ച് ഇപ്പൊ വഴിപാടാവുന്നു മെലിഞ്ഞു കിട്ടണമെന്ന്, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് വേണ്ട. ചേട്ടാ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഒത്തിരി നാള് ശേഷം കാണാം. എനിക്ക് തോന്നുന്നു നമ്മളൊരു പടം വർക്ക് ചെയ്തില്ലേ, സ്വപ്നലോകത്ത് ബാലഭാസ്കർ വർക്ക് ചെയ്തില്ലേ? അതിനുശേഷം പിന്നെ നമ്മൾ വർക്ക് ചെയ്തില്ല. നിങ്ങൾ നിന്ന് തന്നില്ലല്ലോ. അതാണ് അത് സത്യം, അത് സത്യം. വർക്ക് ചെയ്യാൻ നിന്ന് തന്നില്ല, അത് സത്യം. പക്ഷെ ഈ പറഞ്ഞ പോലെ ചേച്ചി ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കല്യാണത്തിനും ഒക്കെ കാണത്തല്ലേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമസ്തേ ചേട്ടാ എന്ന് പറഞ്ഞേച്ച് പോകുന്നതല്ലാതെ വിശേഷം ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നുമില്ല, കാര്യം പറയും. അടുത്ത ആളെ കാണും, നമ്മൾ പോകും. എന്തായാലും ചേട്ടന്റെ വിശേഷമൊക്കെ ഞാൻ കുറെ ദിവസമായി ചേച്ചിയെ കണ്ടിട്ട് വിശേഷമൊക്കെ അന്വേഷിച്ചിട്ട് ഒക്കെ. ചേട്ടാ എന്തായാലും ഈ വിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. ഈ പറഞ്ഞോട്ട് എനിക്ക് ഒത്തിരി കാര്യം അറിയാനുണ്ട്. നമ്മൾ വർക്ക് ചെയ്തപ്പോൾ പോലും ഞാൻ ചോദിച്ചില്ല. ചേട്ടാ ഇന്ദ്രൻസ് എന്നുള്ള പേര് ചേട്ടന്റെ ഒറിജിനൽ അല്ല, സിനിമയിൽ വന്നേ പിന്നെ അല്ലേ ഇട്ടെ. ഒറിജിനൽ അങ്ങോട്ട് യേശാവ് വന്നപ്പോഴാണ് ഇത് മാറ്റിയതല്ല. അത് ഞാൻ തയ്യക്കടക്കിട്ട പേരല്ലേ. ഓ അത് ഒറിജിനൽ ആണോ എന്ന് അറിയാതെ നിങ്ങളും വിളിക്കുമായിരുന്നില്ല. അങ്ങനെ പതിഞ്ഞു പോയതാ. തയ്യക്കടക്കുള്ള പേരാ ഇന്ദ്രൻ. അപ്പൊ ശരിക്കുള്ള പേരെന്നാ? സുരേന്ദ്രൻ. അപ്പൊ ഈ പേര് ഇപ്പൊ ചോദിച്ചോക്കട്ടെ, ഈ പേര് എങ്ങനെയാ പോയെന്നും ഇന്ദ്രൻസ് എങ്ങനെ ഫേമസ് ആയെന്നും ഇതൊക്കെ വേണം എനിക്കറിയാൻ. പക്ഷെ അത് ഈ പറഞ്ഞിട്ട് നമ്മൾ ഈ ചുമ്മാ കാണുമ്പോ പറയാൻ ഒക്കുകയല്ലോ. ഇന്ന് നമുക്ക് എന്തായാലും ഇന്ന് സംസാരിക്കാൻ കിട്ടിയ ഒരു വേദി ആയത്. അന്നേരം നമുക്ക് കളയണം, നല്ല വിശേഷമൊക്കെ ചോദിക്കാം അല്ലേ ചേട്ടാ? വരണം. ചേട്ടന് ഇഷ്ടമുള്ള പോലെ കുഞ്ഞു മീൻ വെച്ച് തന്നെ ഞാൻ ഇന്നും ഇവിടെ ചെയ്തേക്കുന്നത്. കൊഞ്ചാ ചെയ്തേക്കുന്നത്. അത് ചുരുണ്ടുപോയല്ലോ. കൊഞ്ച് ചുരുണ്ടുപോയി. ചേച്ചി കൊഞ്ച് വെന്താ പിന്നെ എങ്ങനെ ഇരിക്കും ഒന്ന് പറയാവോ? ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് എന്നോട് ചോദിച്ചല്ലോ. ഈ കൊഞ്ച് വെന്ത എങ്ങനെ ഇരിക്കും? ചിലപ്പോ ഈ പടത്തിലൊക്കെ തന്നെ കാണും ഇങ്ങനെ മീശയും താടിയൊക്കെ ഇട്ട് ഇങ്ങനെ. ലോബ്സ്റ്റേഴ്സ് ഇത് കുഞ്ഞു കൊഞ്ചാന്നേ. അതാ ചിലരെ കാണുമ്പോഴത്തേ ഇത് കൊഞ്ചു പോലെ അങ്ങ് ചുരുണ്ടുപോയല്ലോ എന്ന് പറയുന്നു. അത് ഇത് ഉദ്ദേശിച്ചിട്ടല്ലേ കൊഞ്ച് ഇങ്ങനെ ചുരുണ്ടു പോകുന്നോണ്ടായിരിക്കും. ചേട്ടാ ചേട്ടന്റെ പേരെങ്ങനെ ഇന്ദ്രൻസ് ആയി? തയ്യക്കടയ്ക്ക് രണ്ട് മൂന്ന് തയ്യക്കട നടത്തിയിട്ടുണ്ടേ. അവ ആദ്യത്തെ 1-2 പൊളിഞ്ഞു പോയി. അപ്പൊ ഇനി അത് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് വെച്ചൊരു 3ാമത്തെ കടക്കിട്ട പേരാ ഇന്ദ്രൻസം. അന്ന് ജയനും അളിയനൊക്കെ കൂടെ ഉണ്ട്. അളിയനൊക്കെ അന്ന് ബോർഡ് എടുത്തൊക്കെ ആയിരുന്നു ആളാണ് ആ പേര് എഴുതിയതും ഒക്കെ കണ്ടുപിടിച്ചത്. ഇപ്പോഴും ആള് തന്നെ കൂടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു പത്മരാജ സാറിൻ്റെ അതൊരു പടം ചെയ്യുമ്പോൾ അതിനു മുമ്പുള്ള പടത്തിലൊക്കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു ടൈറ്റിൽ. ഊഹ കച്ചവടത്തിനൊക്കെ അങ്ങനെ. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പം കൊളോണിയ സാബു സാറിന് ഡിസൈൻ ചെയ്യാനൊക്കെ വന്ന സമയത്താണ്. അപ്പോൾ സാബുവിൻ്റെ അടുത്ത് പറഞ്ഞെന്നാ മാറ്റിക്കോളൂ. സാറിൻ്റെ അടുത്ത് പറഞ്ഞു സുരേന്ദ്രൻ എന്നുള്ള ഇന്ദ്രൻസ് എന്ന് ഇട്ടോട്ടെ. അപ്പൊ കടയുടെ പേരാ. ഈ സാറ് പപ്പൻ സാർ എങ്ങനെ കണ്ടുപിടിച്ചു ചേട്ടനെ? സാറ് കണ്ടുപിടിക്കാൻ കുറെ പാട് വിട്ട് കാണും. സുരേഷ് ഉണ്ണിത്താൻ. അല്ല എങ്ങനെ ചേട്ടനെ കണ്ടുമുട്ടിയതൊക്കെ? എങ്ങനെ തുണി തയ്ക്കാൻ കൊണ്ടുവന്നിട്ടാണോ? അല്ലല്ല, ഞാൻ ആള് സുരേഷ് ഉണ്ണിത്താനൊക്കെ ഉള്ള മറ്റേ വെളിയൻ ചന്ദ്രൻ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പടത്തിലൊക്കെ ഈ ജോസ് കല്ലനൊക്കെ ചെയ്ത പടം തിലക ഉണ്ണിച്ചേട്ട അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ലക്ഷ്മണൻ്റെ കൂടെ അസിസ്റ്റന്റ് കോസ്റ്റ്യൂമറൊക്കെ ആയിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻ്റ് ചെയ്യുമ്പോഴൊക്കെ കുറേ പടം ചെയ്യുമ്പോൾ ഉണ്ണിച്ചേട്ടൻ അറിയാം. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതാണ് സാറിൻ്റെ അടുത്ത്. സാറിൻ്റെ പടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലേക്കുള്ള ഉള്ള ആൾക്കാരല്ല, അന്ന് കൂടുതൽ അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് സ്ഥലത്ത് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ലത്തീഫ് കേക്ക് ആയിരുന്നു കൺട്രോളർ. അങ്ങനെ വിളിച്ചു പോയതാ. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ മതിയാക്കി മര്യാദയ്ക്ക് കടയിട്ട് ഒതുങ്ങിയതാ. പോവാൻ പേടിയായിരുന്നു. മതി, ഇനി എങ്ങനെ പോയാലും പിന്നെ ഇങ്ങനെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആദ്യമൊക്കെ എന്നാ ചേട്ടാ പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞ് തയ്യൽ പഠിച്ചു എന്നുള്ളതല്ലാതെ ഇതിന്റെ ഒരു അറിവ് കേടുണ്ട്. ഈ കോസ്റ്റ്യൂം അതിനു വേണ്ടി പ്രത്യേക തയ്യക്കാര് മദ്രാസിലാണല്ലോ അതിന്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെ പോയി പരിചയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രാദേശിക പടങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ എടുത്തു പറയാമെന്ന് പറയാം സമ്മേളനം, പ്രിൻസിപ്പൽ ഒളിവിൽ, പിന്നെ പിറവിയൊക്കെയാണ്. അങ്ങനെ കുറച്ച് പറയാം. ബാക്കിയൊക്കെ ചെയ്തതൊക്കെ തീർന്നു, കാശും കിട്ടത്തില്ല. അപ്പോൾ കൂടെ 2-3 പേര് തയ്ക്കാനുണ്ടെങ്കിലേ അവർക്കൊക്കെ ശമ്പളം നമ്മൾ കൊടുക്കണം. വീട്ടിൽ വരുമ്പോഴത്തേക്ക് അതിനുള്ളൊരു മിടുക്കൊന്നും ഇല്ലായികയുണ്ടായിരുന്നു. നാട്ടിൽ വരും. പിന്നെ മാനേജർമാരിൽ ഒരു മൂഡുണ്ടായിരുന്നത് അവർക്കറിയാം യൂണിയൻ ഉണ്ട്, മദ്രാസിലുള്ള ആൾക്കാരെ വെക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അല്ലാതെ നമ്മൾ വെച്ചാൽ അവർക്ക് കുറ്റമാണ് അവിടെ നിന്ന്. അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹക്കുറവുണ്ട്. അവൻ വന്നിട്ട് അവൻ അനുഭവിക്കട്ടെ, അവൻ വന്നേ അവൻ വാങ്ങിച്ചോട്ടെ, അവൻ ആര് വിളിച്ചോ അവർ കൊടുത്തോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. അന്ന് അങ്ങനെ കുറെ
ഓക്കെ. പിന്നീട് നമ്മുടെ ഇദ്ദേഹമൊക്കെ ആയിരുന്നല്ലോ, ലത്തീഫൊക്കെ ഉള്ള സമയത്തല്ലേ 10 വയസ്സുള്ളപ്പോൾ, അങ്ങനെയാണ് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ. പണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ഡിസൈൻസും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലെ. ഇപ്പൊ ഭയങ്കരമായിട്ട് ഫാഷൻ അങ്ങനെ വന്നു, ഇത് വന്നു, ആ ഒരു വ്യത്യാസം ഉണ്ടോ? അത് തയ്യലിന്റെ തന്നെ ഒരു മൂല്യ തകർച്ചയിലോട്ട് വരുന്നത് ഒരു കാര്യം കൂടെയാണ്. അന്ന് ശരിക്കും ഒരു ടൈലർ ആയിരുന്നു മിക്കവാറും കോസ്റ്റ്യൂം ഡിസൈൻ, നടരാജനൊക്കെ പോലെ നല്ല തയ്യക്കാരനെ കൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചവർ വന്നാൽ, കാരണം ഇപ്പോഴുള്ള എല്ലാവരും ചെയ്യുന്നത് ഇഷ്ടംപോലെ നമ്മൾ തുണി എടുക്കുന്നതിനേക്കാളും റെഡിമെയ്ഡ് നമ്മൾ കാണാത്ത ഡിസൈനിലേക്ക് കിട്ടും. അത് വാങ്ങിച്ചോണ്ടെന്നാൽ അതിലൊന്ന് സെലക്ട് ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും തയ്യൽക്കാരൻ്റെ സിനിമ ഫിലിം പോയപ്പോഴത്തേക്കും ബാക്കി ടെക്നീഷ്യന്മാരുടെ അവസ്ഥ വന്ന പോലെ തന്നെ എല്ലാത്തിലും ഒരു മൂല്യച്യുതി വന്ന കൂട്ടത്തിൽ അതും വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് ചെന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, ആ ക്യാരക്ടർ ഇഷ്ടം അനുസരിച്ചെടുക്കാം. പിന്നെ വളരെ ഈസിയാണ്. പിന്നെ സാഹിത്യമാകുന്നല്ലോ സിനിമയിൽ നിന്ന്, അപൂർവമായിട്ടല്ലേ നമുക്ക് നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ക്യാരക്ടറിന് വേണ്ടിയതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കണ്ടേ? ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത്രയും അങ്ങനെയുള്ളൊരു കഥാപാത്രവും കിട്ടാറില്ല എന്ന് പറയുന്നത് ഒരു സിനിമയിലുവേ. നമ്മൾ അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കഥാപാത്രങ്ങളും ഉണ്ടാവുന്നില്ല, അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പം നിറങ്ങളുടെ ഒരു കളിയാണ് മൊത്തം കണ്ണിന് ഒരു രസം. ചേട്ടന് നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷെ അത് ആവശ്യമില്ലാത്ത പെയിന്റ് ചെയ്യാറുണ്ട്? ഇല്ല, പെയിന്റ് ചെയ്യണ കണ്ടോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ചേട്ടന് എന്തൊക്കെ ഹോബിയുള്ളേ? വായിക്കല്, പിന്നെ സമയം ഉണ്ടെങ്കിൽ തയ്ക്കല്, സിനിമ കാണലൊക്കെ തന്നെ. ഓ അത് ശരി. വായിക്കുന്ന ചേട്ടൻ്റെ വീട്ടിലെ ലൈബ്രറി അങ്ങനെയൊക്കെ ഉണ്ടോ? കുറച്ച് എവിടെന്നെങ്കിലൊക്കെ. ഇപ്പൊ നമുക്ക് വരുന്ന വീക്കിലികളൊക്കെ തന്നെ ഒന്ന് പഠിച്ചു നോക്കണം, നേരെ കിട്ടത്തുള്ളൂ. കടയിലൊക്കെ പോകണ്ടേ. അപ്പൊ പിന്നെ ഇടയ്ക്ക് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കും, കുറച്ച് വാങ്ങി വെച്ചത് കുറച്ചുണ്ട്. ചേട്ടാ, ഈ ഞാൻ വർക്ക് ചെയ്ത സമയത്തും അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോവാന്നേലും ഇപ്പോഴാന്നേലും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് എന്നാന്നറിയോ, ചേട്ടനും ചിത്രയേച്ചിയും ദേഷ്യം വരാത്ത വ്യക്തികളായിട്ടാണ്. ഇതുവരെ ഞാനും കണ്ടിട്ടില്ല ചേട്ടൻ ഇതൊരു ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഒരു ഫേസോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ചേട്ടാ അങ്ങനെ ദേഷ്യം വരാറേ ഇല്ലേ? ചേച്ചിയോട് ചോദിക്കാതെ അപ്പൊ വീട്ടിലുണ്ട് ചേച്ചി. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചേച്ചി പറയൂ. എന്നത്തിനാ ചേച്ചി ദേഷ്യപ്പെടുന്നേ? ചേട്ടൻ എന്നാ കാര്യങ്ങൾക്കൊക്കെ ചേട്ടൻ മിണ്ടല്ലേ? ഞാൻ ദേഷ്യപ്പെടാറില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ദേഷ്യം വരില്ലേ എന്നാ. ചേച്ചി സത്യമാണോ? ദേഷ്യം ചില സമയത്ത് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കായിരിക്കും. നല്ല ഒച്ച വെച്ച് വർത്താനം പറയോ? നല്ല ഒച്ച വെച്ച് നല്ല ഒച്ചയായിരിക്കും. അപ്പൊ മോശമല്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ കേട്ടറിവ് ചുമ്മാതാണ്, തെറ്റിദ്ധാരണയാന്ന് തോന്നുന്നു. പക്ഷെ ചേട്ടൻ ഇൻഡസ്ട്രിയിൽ ആരോടും അങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ടോ ഒന്നുമില്ല? ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ചേട്ടൻ? അപൂർവമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് അപകടമാണെന്ന് അറിയാം എനിക്ക് തന്നെ തല്ലുകൊള്ളുന്ന അവസ്ഥയിലോട്ടായി പോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതില്ല. ദേഷ്യം വരാതിരുന്ന അത് ഭയങ്കര കുഴപ്പമാണ്. അതിന്റെ ആവശ്യം എന്തോന്ന് പിന്നീട് എനിക്ക് തന്നെ അറിയാം. ദേഷ്യപ്പെടണ്ടായിരുന്നു. അങ്ങനെ എന്നാലും ചില സമയത്ത് അങ്ങനെ വന്നു പോകും. കഴിയുന്നത് ഒരു എന്നാ പറയാ, പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയേക്കാ പോവില്ലേ? ശരി. അപ്പൊ ഒത്തിരി നമ്മൾ സൂക്ഷിക്കണം. കുറെ കഴിയുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, നമുക്കാണ് മനപ്രയാസം. ശരിയാ. ചേട്ടന് എന്തൊക്കെയാ ചേച്ചി വീട്ടില് ആഹാരം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? രാവിലെയാണ് ഇഡ്ഡലി സാമ്പാർ. ഈ എന്നാ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് ചേട്ടൻ? ഭയങ്കര ആവി പുഴുങ്ങിയതോ അങ്ങനെയൊക്കെയാണോ നോക്കുന്നത്? അങ്ങനെ 3 നേരം ചോറ് കിട്ടിയ വലിയ സന്തോഷം. അല്ല 3 നേരം ചോറ് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളായിട്ടൊന്നും താല്പര്യമല്ല. ചേട്ടാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ചേട്ടാ ഫിലിമിലുണ്ടോ? കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. ഉണ്ട്. ആലോചിച്ച് വന്നപ്പോ ചേച്ചി എന്ത് തോന്നിയ അത് പറയോ? വേണ്ടെന്ന് പറഞ്ഞു. ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞോ? പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുക, അവിടെ ഉള്ളവരെല്ലാം പറയുന്നു സിനിമാക്കാരന്മാരെ സൂക്ഷിക്കണം, മദ്രാസിൽ വേറെ പെണ്ണും മക്കളും ഒക്കെ. ഞാൻ പറഞ്ഞ ഏത് പൊട്ടൻ പറഞ്ഞ എന്നോ ഒന്ന് കണ്ണുകൊടുന്ന് നോക്കിക്കൂടെ. ചേട്ടൻ പിന്നെ ചേച്ചിയോട് പറഞ്ഞോ? എന്റെ അടുത്ത് പിന്നീട് പറഞ്ഞപ്പോ ഞാൻ പറയുകയായിരുന്നു, സംസാരിക്കാൻ ഇപ്പോഴെ പോലെ അല്ലേ, സംസാരിക്കലൊന്നുമില്ല. പിന്നെ എങ്ങനെ ശരിയായ? ചേച്ചി ആരോടാ പറഞ്ഞ? അമ്മാവന്മാരോട് പറഞ്ഞോ? അമ്മയോട് പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ എങ്ങനെ ശരിയായി? അച്ഛനാ പറഞ്ഞു? അച്ഛൻ തീരുമാനിച്ചു. അപ്പോഴും നമ്മുടെ അഭിപ്രായം ഒന്നും ചോദിക്കില്ലല്ലേ. പിന്നീട് ശാന്ത എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്നതാ? വന്ന് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടൊക്കെ പോകും, ചായയൊക്കെ തന്നിട്ട് പോകില്ല. അപ്പോൾ അന്ന് അച്ഛനൊക്കെ ഉള്ളോട്ട് നമ്മൾ 3 പോലും നോക്കൂലായിരുന്നു. 3 നോക്കിയിരുന്നെങ്കിൽ വേണ്ടെന്ന് പറയുമായിരുന്നല്ലോ.
ഒരു കാര്യം ചെയ്യട്ടെ, ഈ സിനിമയിലേക്ക് എങ്ങനെയാ ചേട്ടൻ വന്നേ? മീൻ ആക്ടറായിട്ട് എങ്ങനെയാ വന്നേ? ഇപ്പൊ നമ്മള് ശരിക്കും കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടാ വന്നേ. കൊതി കൊണ്ട് വന്നതാ. കോസ്റ്റ്യൂം ഡിസൈൻ ആയിട്ട് വന്നേയല്ല. അതെ, പക്ഷെ കോസ്റ്റ്യൂം ഈ തയ്യല് ഒരു പഴുത് അവിടെ ഉണ്ടതുകൊണ്ട് ഒരു വഴി ഇട്ട് നോക്കിയതാ. ഓക്കെ. അപ്പൊ ചേട്ടനോട് ആരാ ആദ്യമായിട്ട് അഭിനയിക്കുന്നോന്ന് ചോദിക്കുന്നോ അതോ ചേട്ടനായിട്ട് പറഞ്ഞതാണോ? ചൂതാട്ടം എന്ന് പറഞ്ഞിട്ട് സിനിമ തിരുവനന്തപുരത്ത് തന്നെയാണ്. അത് നടക്കുമ്പോഴാണ് ഞാൻ മോഹൻദാസ് എന്നറിയാലോ, മേക്കപ്പ് മോഹൻദാസ്, ആള് കുമാരടുത്ത് തന്നെ ക്ലബ്ബും നാടകവും അവിടെ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെ ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഞങ്ങളും ഇങ്ങനെ കുഞ്ഞ് അഭിനയിക്കാൻ വേഷം കിട്ടുമെന്നൊക്കെ നടക്കുന്നതല്ലേ, ഏഹങ്ക നാടകമൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം തയ്യക്കടയിൽ വന്നപ്പോഴത്തേക്കും മോഹൻദാസനം പറഞ്ഞു, എല്ലാ ജെൻസും ലേഡീസും ഒക്കെ തയ്ക്കാൻ അറിയാവുന്നൊരു പയ്യനാ വേണം, നീ വരുന്നുണ്ടോ, നീ കടയിൽ നിന്ന് ഇറങ്ങിയാൽ നിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാകുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല അങ്ങനെ പോയതാ ചൂതാട്ടത്തിന്. അങ്ങനെ അല്ല CS ലക്ഷ്മണേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കൂടിയതാണ്. അപ്പോൾ ആ പ്രൊഡ്യൂസർക്കും അറിയാം. അപ്പോഴും നമ്മളൊരു നാടകമൊക്കെ നടക്കുന്നുണ്ട്, ആളും നാടകമൊക്കെ കണ്ടു. എന്നിട്ട് ഇപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞു വേഷമൊക്കെ, അത് കുതിരവട്ടം പപ്പച്ചേട്ടനായിട്ട് മറ്റേ മൗസാൻ്റെ സ്റ്റുഡിയോയുടെ പുളിയിറക്കണം, അതിൻ്റെ അവിടെ ഒരു ചായക്കടയ്ക്കകത്തിരുന്നു. 1-2 ഡയലോഗുണ്ട്. അപ്പോൾ തരങ്കണിയിൽ ഡബ്ബിങ് ഒക്കെ തുടങ്ങിയ സമയം അവിടെ പോയി ഡബ്ബിങ്ങിന് എന്നെ തന്നെ വിളിച്ചു. അങ്ങനെ ഓക്കേന്ന് വെച്ചാൽ എനിക്ക് തോന്നി എന്നെ തന്നെ വിളിച്ചത് അന്ന് എൻ്റെ ശബ്ദം ഇങ്ങനെ മാതിരി കൂകുന്ന പോലത്തെ ഒരു ശബ്ദമല്ലേ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാൽ ആൾ തന്നെ ചെയ്യട്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. സുകുമാരൻ സാർ അകത്ത് വന്ന് ആകെ വല്ലാത്തൊരവസ്ഥയില്ല, ഇരുട്ടത്ത് വലിയ സ്റ്റുഡിയോക്കകത്ത് ആരുമില്ല. എന്നിട്ട് എല്ലാവരും മാറിക്കളയും, മൈക്കും തന്നിട്ട് അവിടെ പോയിരുന്നിട്ട് തുടങ്ങിക്കോ. അപ്പോഴത്തേക്ക് ഇതങ്ങ് കറങ്ങി നമ്മൾ ശ്വാസം എടുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് പോകില്ലേ, പിന്നെയും തിരിച്ചു വരണ്ടേ. അന്ന് അങ്ങനെയല്ലേ, ലൂപ്പായിട്ടല്ലേ ഡബ് ചെയ്യണം. പിന്നെ ഡയറക്ടർക്ക് ഇറങ്ങി വന്നു, അയാൾ തല്ല് തരുമോ, സുഖമായിരുന്നായിരുന്നു, പഴയ പ്രായമുള്ളതാണ്, അയാൾ തല്ല് തരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വന്ന് സ്നേഹമായിട്ടും തോളിച്ചിട്ട് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ പറഞ്ഞു തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് ഡബ് ചെയ്യിച്ചു. ചേട്ടാ, ഈ നാടക അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാ. നാടകത്തിനൊക്കെ നീയൊക്കെ പേര് ദോഷമാടാ എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ അന്ന് ആ സമയത്ത് ഞാൻ തന്നെ ഒരു നല്ല നായക വേഷമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ കൂട്ടുകാരും ചെയ്യുന്നൊരു നാടകമൊക്കെ സെലക്ട് ചെയ്യുമല്ലോ. പ്രിൻ്റഡ് നാടകമൊക്കെ എടുക്കും നമ്മൾ. എവിടെയെങ്കിലും ഉത്സവമാവുന്നു, അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേജും മൈക്കും കർട്ടനും കിട്ടും. ബാക്കി നമുക്ക് ഷെയർ ചെയ്ത് നടിക്കുള്ള കാശും എല്ലാവരും കൂടെ നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു നടി അല്ലെങ്കിൽ ഒറ്റ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ബ്ലൂ കർട്ടന് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നാടകം സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു ക്യാരക്ടർ മനസ്സിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ നാടകം എടുത്ത് കുറേ നാടകങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെയാണ് വായന തുടങ്ങിയത്. കുറേ നാടകങ്ങൾ വായിക്കാൻ. പക്ഷേ ഇതെല്ലാം തീരുമാനിച്ച് വന്ന് ആരെങ്കിലും ഡയറക്ടറും തീരുമാനിക്കുമ്പോൾ അതിൽ വേലക്കാരനോ അല്ലെങ്കിൽ വാച്ചറോ ആവും നമുക്ക് കിട്ടണം. അങ്ങനെ ആയിപ്പോവും. അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്താണ് ശരിക്കും കോമഡി കോമഡി ആയതെന്നല്ല, നമ്മൾ അതിനുവേണ്ടി പാടുപെടണ്ടായിരുന്നു. കോമഡി ആക്ടർ ആവാൻ വേണ്ടിയിട്ടല്ല, ആദ്യമേ അത് കാറ്റഗറൈസ് ചെയ്തു. അങ്ങനെ പോവായിരുന്നു. പിന്നെ കുറേ മത്സര നാടകത്തിനൊക്കെ പോകും. മത്സര നാടകത്തിനൊക്കെ പോയാൽ പ്രൈസൊക്കെ കിട്ടും. കോമഡിയൊക്കെ മിക്കവാറും എനിക്ക് തന്നെ ഒരുപാട് പ്രൈസ് കിട്ടുമായിരുന്നു. അവതരണത്തിന് നല്ല കുഴപ്പമില്ലാതെ നാടകങ്ങളൊക്കെ കളിക്കും. ഒരു നാടകത്തിൽ എനിക്ക് നല്ല ക്യാരക്ടർ കിട്ടി. ഒരു വൃദ്ധനാണ് നായിക. ആ നായിക തന്നെ 2-3 കുട്ടികളൊക്കെ ഉള്ള ഒരു ചേരിയിൽ താമസിക്കുന്ന ഒരു അപ്പൂപ്പൻ. ആ കുട്ടിയുടെ അച്ഛനൊക്കെ തന്നെയാണ്. അത് നല്ല ക്ലൈമാക്സിലൊക്കെ വരും. അത് ശരിക്കും കൂടെ പോയി നമുക്ക് അവതരണത്തിനൊക്കെ നാടകം, അന്ന് അമച്ചർ നാടകത്തിന് അവതരണത്തിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള നാടകമാണ്. അത് നമ്മൾ ഈ പാലോട് സൈഡിൽ അവിടെ ഒരിടത്ത് കളിക്കുമ്പോഴത്തേക്കും പിന്നെ അത് കളിച്ചിട്ടേ ഇല്ല. ക്ലൈമാക്സിലെത്തി ആൾക്കാർ അപ്പോഴും ഒന്നും, അപ്പോൾ എനിക്ക് ഷട്ടൂര്യ എല്ലാവരും കരയും. അത്രയ്ക്ക് എൻ്റെ എല്ലാം കഴിഞ്ഞ് കാണാമല്ലോ. വശനായൊരു വൃദ്ധനാ. ക്ലൈമാക്സ് ആയപ്പോൾ എല്ലാവരും കടന്ന് ചിരി, അവിടെ നിന്ന് ഇവിടുന്ന് ചിരിക്കുന്നു. എന്നിട്ട് നമ്മളെ കൂട്ടുകാരൊക്കെ തന്നെ ലൈറ്റ് അടിക്കുന്നതും കർട്ടൻ പിടിക്കുന്നതൊക്കെ ഇവന്മാരെന്തെങ്കിലും ചെയ്യണ്ടേ. നായിക വന്നു, അച്ഛാ ലാസ്റ്റ് അവൾ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് കരഞ്ഞ് അങ്ങ് ഇരിക്കുന്നിടത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നാടകം തീരണത്. ഈ പെണ്ണ് എൻ്റെ മുണ്ടും കൂടെ അഴിച്ചുകൊണ്ട് അങ്ങ് പോയി. ഞാൻ പിന്നെ തയ്യൽ അറിയാമെന്നുള്ളതുകൊണ്ട് ഈ നിറമുള്ള തുണിയിലൊക്കെ മറ്റേ ഇങ്ങനത്തെ എംബ്ലമൊക്കെ ലേസൊക്കെ വെച്ച് നിക്കറൊക്കെ ഒരു നടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങ് വല്ലാണ്ടായി. എന്നാ അവിടെ നിന്ന് കഴിച്ച് പോയാലും വേണ്ടൂല, ഈ മുണ്ടെടുത്ത് മേലോട്ട് ഇങ്ങനെ പിടിക്കണം അവിടെ ഇരുന്നിട്ട്. നല്ലൊരു ക്യാരക്ടർ കിട്ടിയത് അങ്ങനെ പോയി. അപ്പൊ ആസം കോമഡി ആണെങ്കിൽ അവിടെ കിടന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. സത്യമായിട്ട് സീരിയസ് റോൾ ചെയ്തിട്ട് അതാണ്
ചേട്ടാ ശരിക്കും നമ്മുടെ സിനിമയിലെ കോമഡി ക്യാരക്ടേഴ്സ് അല്ലാതെ ആസ് എ കൊമേഡിയൻ അല്ലാതെ സീരിയസ് റോൾസ് ചെയ്തിട്ടുണ്ട്? കഥാവിശേഷനൊക്കെ സീരിയസ് വേഷം. ദൃഷ്ടാന്തം, രാമായണം, ശുദ്ധൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. പിന്നെ അപ്പോത്തിക്കരി. അപ്പം ഇതിനകത്ത് ചേട്ടനൊരു സീരിയസ് ആയിട്ടൊരു നടൻ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയതാരാ? കൊമേഡിയൻ അല്ല, ഈസ് റിയൽ ആക്ടർ എന്ന് കണ്ടുപിടിച്ച സുകുമാരൻ നായർ സാറായിരിക്കും. ആദ്യം എനിക്ക് ആ ഷൈനോ എന്ന് പറഞ്ഞൊരു പടത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ തരുന്നത്. അതിനുശേഷമൊക്കെ തന്നെ പിന്നെ മാറി. പിന്നെ എനിക്ക് എൻ്റെയും എൻ്റെ കഴുത്തൊക്കെ കോലമൊക്കെ നീളമൊക്കെ കുറഞ്ഞതല്ല, അവിടെയൊക്കെ ഇത്തിരി ചതയൊക്കെ വന്ന് എല്ലൊക്കെ മൂടി കുറച്ച് വ്യത്യാസമൊക്കെ വന്ന് എല്ലാം കൂടെ ഇങ്ങനെ ഒറ്റയടിക്ക് എങ്ങനെയോ വന്ന് പതിച്ചതാ. ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ ചേട്ടാ ഒരു കാര്യം ചെയ്യില്ല, ഇപ്പൊ ചേട്ടാ കൊമേഡിയൻ റോൾസ് ചെയ്തു, അതേപോലെ സീരിയസ് റോൾസും ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം കോമഡി തന്നെയാണ്. മറ്റേ സീരിയസ് ആണ് ഇച്ചിരി വർക്ക്ഔട്ട് ഉണ്ടെന്നാണ്. സീരിയസ് അല്ല, സീരിയസ് കിട്ടുമ്പോൾ നമ്മൾ അത് ഓർത്ത് എപ്പോഴും പേശികളൊക്കെ മുറുകി നമ്മൾ ഒരുമാതിരി ഇങ്ങനെ ആയിപ്പോവും. ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാലും ആ പടം കഴിഞ്ഞാലും അത് നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിടക്കും. കോമഡി ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ പണിയുള്ളത് തോന്നി കോമഡി ചെയ്യുമ്പോഴാണ്. എപ്പോഴും നമ്മൾ ഒരു മത്സരം ഉള്ളിലുണ്ട്, ആരൊക്കെയാണ് കോമ്പിനേഷൻ, ആ സീനൊന്ന് ആദ്യം വായിച്ച് പിന്നെ അവരുമായിട്ടൊന്നിരിക്കും, ഇല്ലെങ്കിൽ തന്നെത്താൻ ഒന്നിരിക്കും, അവിടെ വേറെ എന്ത് പറയാം, ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവും. പിന്നെ നന്നായി കഴിഞ്ഞാൽ കിടക്കാൻ നേരത്തും കുറേ നമ്മൾ തന്നെത്താൻ ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഉറക്കത്തിൽ വെളുപ്പിനെ ഉണരുമ്പോഴൊക്കെ ഒരു ഉത്സാഹമുണ്ട്, നമുക്കൊരു ചാടി. മറ്റേ അത് വരില്ല, സീരിയസ് ആയി പോകും, മൂടിയായി പോകും. ചേച്ചിക്ക് ഏതാ ഇഷ്ടം? ചേട്ടന് കൊമേഡിയൻ റോൾസ് ആണോ സീരിയസ് റോൾസ് ആണോ ഇഷ്ടം? രണ്ടും കൊള്ളാം. കോമാളിത്തരം കൂടുതലെന്നൊക്കെ പറയണവരാ പിന്നെ ചേച്ചി നല്ലൊരു ക്രിറ്റിസൈസ് ചെയ്യല്ലേ? ചേട്ടാ കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും പറയില്ല. പിന്നീട് മക്കളെ കൂടെ സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്ക് ശരി പൊങ്ങും. മക്കളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മക്കളെ കൂട്ടുപിടിച്ചേക്കുന്നൊക്കെ പിന്നെ പറയാം അത് വേണ്ടായിരുന്നു, പക്ഷെ അത് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയുണ്ട്, ചില ഡയറക്ടറുടെ ക്വാളിറ്റി ഇല്ലേ. സിനിമ ശരിക്കും സംവിധായകൻ്റെ എന്ന് പറയുന്ന പക്ഷത്താണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതെ, കറക്റ്റാ. അവര് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത്. ചേട്ടാ ഇപ്പൊ നാടകത്തിൽ ചെയ്തു, സിനിമയിൽ ചെയ്തു, സീരിയൽസ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ട്? TV സീരിയൽസ് TV സീരിയൽ ഞാൻ ആദ്യം ദൂരദർശന വരുന്ന സമയത്ത് അതാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതിനു മുമ്പൊക്കെ മാലയോഗം, ധനം ചെയ്ത പത്മനാഭൻ്റെ പടത്തിൽ അതിനു മുമ്പൊക്കെ തന്നെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അമ്പലക്കര UPS, കുഞ്ഞമ്മയും കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞ് ഉറുവിൻ്റെ സീരിയലുണ്ട്. നമ്മളിവിടെയുള്ള പല കൂട്ടുകാരും കൂടെ ചേർന്നൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. അത് വന്ന സമയത്താണ് ഞാൻ സ്ഫടികം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് യാതോ സീരിയൽ കണ്ടിട്ട് എല്ലാവരും തിരിച്ചറിയും. പിന്നെ അത് ചോദിക്കും, കിന്നാരം ചോദിക്കും. ഞാൻ വല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സീരിയലാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് പിന്നെ മാലയോഗം ചെയ്യുന്നത്. മാലയോഗത്തിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു നമ്മൾ രാജീവ് സീരിയൽ ഡയറക്റ്റ് ചെയ്തതാണ്. പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ തന്നെ എന്തോ പറയും ഒരു കഥനഗോപാലൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമൊക്കെ ഉണ്ട്, ഉത്സവമേളം ഉർവശി സ്ക്രിപ്റ്റ് എഴുതിയ അതിലാണ് എൻ്റെ ഒരു പോസ്റ്ററൊക്കെ വരുന്നത്. പക്ഷെ ആദ്യമായിട്ട് നമ്മുടെ പോസ്റ്റർ വരുമ്പോഴത്തേന് ചേട്ടൻ ഉണ്ടായ ഒരു ഞാൻ ബ്രോഡ്ബേയിൽ ഒരു ദിവസം എന്തൊക്കെ വാങ്ങി പറക്കി ബാഗൊക്കെ ആയിട്ട് അങ്ങനെ നിന്നുപോയി. 6 ഷീറ്റ് പോസ്റ്ററിൽ ഞാനിങ്ങനെ പപ്പുവട്ടിനെ കൂടെ നിൽക്കുന്നു, ഇങ്ങനെ ചാടി നിൽക്കുന്നതാണ് ഇങ്ങനെ വലിഞ്ഞിട്ട്. ഞാൻ അങ്ങനെയായി കുറേ നേരം നിന്നു. എന്നിട്ട് അവിടെ നോക്കി ആരും കാണുന്നില്ലേ എന്നാ. അത് എനിക്ക് കാവടിയാട്ടം എന്നൊരു പടം ഷൂട്ടിംഗ് നടക്കുമ്പോൾ എറണാകുളത്ത് അതിന് പർച്ചേസ് ചെയ്യാൻ പോയപ്പോഴാണ് ഈ പോസ്റ്റർ കാണുന്നത്. അല്ല അപ്പൊ പിന്നെ എപ്പോഴും ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതി കൊടുത്തിട്ടില്ലേ? അതൊക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ട്. ചേച്ചി പിള്ളേരെ പറ്റി എനിക്കറിയാം, പക്ഷെ എന്നാലും ചേച്ചി ഒന്ന് പറഞ്ഞേ, മോനും മോളും ഒക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? മോള് ഡെന്റിസ്റ്റാണ്. ഡെന്റിസ്റ്റ്. കല്യാണം കഴിഞ്ഞു 5 വയസ്സ് ആവാറായി മോന്, ചെറിയ മോന്. മരുമോൻ എഞ്ചിനീയറിംഗ് കോളേജ് ലെക്ചറാണ്. മോന് ഇപ്പൊ കല്യാണം കഴിഞ്ഞു. മരുമോള് ഡെന്റിസ്റ്റാണ്. മോൻ ഇന്ത്യ സിമെന്റ്സിന്റെ ഓഫീസിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യും. ഒരു വായി നോക്കി പോയപ്പോ വേറൊരു വായി നോക്കി വന്നു. വായി നോക്കിന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞില്ല, എല്ലാം വായി നോക്കി പറഞ്ഞപ്പോഴാണ് വീട് മൊത്തം ഡെന്റിസ്റ്റുകളാണ്. കൊടുത്താ കൊല്ലത്തും കിട്ടും.
ചേട്ടാ ഇപ്പൊ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഏതൊക്കെ? ചെയ്യാൻ പോണ ഇപ്പോഴൊന്നും ആരും വിളിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ചെയ്തത് അടൂർ സാറിൻ്റെ വർക്കാണ് കഴിഞ്ഞ് ഇപ്പം തീർന്നത്. പിന്നെ അല്ല സീരിയസ് റോളാ പാതി എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിലൊരു ഒത്തിരി വ്യത്യാസത്തിലല്ലേ ചേട്ടന്റെ ക്യാരക്ടറും അതിന്റെ മേക്ക് ഓവേഴ്സും എല്ലാം, അതിന്റെ ഒന്ന് ഡീറ്റെയിൽ പറയാ വെച്ചിട്ട്. അതൊരു തെയ്യം കലാകാരനാണ്, ഒരു തെയ്യം വർണ്ണാർ സമുദായത്തിൽപ്പെട്ട ഇങ്ങനെ ഈ മുടിയൊക്കെ വെക്കാൻ അത് കെട്ടാൻ പറ്റുന്നതാണ്, തെയ്യമാവാൻ യോഗ്യത ഉള്ളവനാണ്. പക്ഷെ അവന് കുറച്ച് മുഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവനതിന് പറ്റുന്നില്ല. അപ്പോൾ എങ്കിലും അറിയപ്പെടുന്നൊരു മുഖത്തെഴുത്തുകാരനാണ്. അപ്പോൾ കൂടെയുള്ളവർക്ക് ചെയ്യുമെങ്കിലും അവർ കളിക്കുന്നതിലൊക്കെ പിന്നെ ആദ്യം ചെറിയ അസൂയൊക്കെ ഉണ്ട്. പിന്നെ ഒപ്പം ഇച്ചിരി വൈദ്യമൊക്കെ അറിയാം. വൈദ്യം ചെയ്യുന്നതൊക്കെ നല്ല വൈദ്യമല്ല, ഒരു ഭ്രൂണഹത്യയൊക്കെയാണ് ചെയ്യുന്നത്. അതിനൊക്കെ സഹായിക്കും. അത് കുറേ കഴിയുമ്പോൾ അതിന് ആദിയുണ്ട്, അവന് അത് വേട്ടയാടുന്നുണ്ട്, അത് നിർത്തണം. പക്ഷേ സമൂഹത്തിൽ ബന്ധങ്ങളും പലതും അതിനെ നിർത്താൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ജീവിതത്തിലും ഒക്കെ കാഴ്ചയിലും അല്ലാതെയൊക്കെ ഒരു പാതി പ്രശ്നമുള്ള ഒരുത്തൻ. ആ ആദിയാണ് പാതി. പക്ഷേ നല്ലൊരു ക്യാരക്ടർ അല്ലേ? നല്ല ക്യാരക്ടർ, നന്നായി ചെയ്യാൻ പെർഫോം ചെയ്യാനുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ ചേട്ടനി പറഞ്ഞല്ലോ കൊമേഡിയനായിട്ട് മാത്രമല്ല, ശരിക്കും സീരിയസ് റോൾസ് ആയി തുടങ്ങി കുറച്ചൊക്കെ. അങ്ങനെ ഈ ആരൂഢം വെച്ച് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയാം. അതല്ല ചേട്ടാ ഇപ്പൊ ചെയ്ത ഇപ്പൊ പറഞ്ഞ ആ ഡിസ്ക്രൈബ് ചെയ്തപ്പോ തന്നെ അപൂർവം ചില ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റും. ചേട്ടാ ഏതെങ്കിലും പടത്തിൽ അവാർഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്? അപ്പോത്തിക്കരിക്ക് കഴിഞ്ഞ എൻ്റെ അങ്ങ് വർഷത്തെ ഒരു ജൂറി പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജോൺ എബ്രഹാം അവാർഡ് കിട്ടിയിട്ടുണ്ട് രാമായണത്തിന്. ചേട്ടാ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇന്ന ക്യാരക്ടറിന് നമുക്ക് അവാർഡ് കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയതേലും? കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒരിക്കലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ അളവറിയാം. ഇവിടെ കാലങ്ങളായിട്ട് നമ്മൾ അവാർഡിൻ്റെ രീതിയൊക്കെ നമുക്കറിയാമല്ലോ, എല്ലാവരും മനസ്സിലൊരു സങ്കല്പം. ഇപ്പോൾ ജൂറി ആയാലും മനുഷ്യരാണ്, അവൻ്റെ മനസ്സിലുണ്ടൊരു നായകൻ്റെ സങ്കല്പം. അപ്പോൾ എത്ര വാചകം അടിച്ചാലും എത്ര വലിയ ആളായാലും ആ ബിംബം അയാളുടെ മനസ്സിൽ നിന്ന് ഉടയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു നടൻ്റെ നല്ല നടൻ എന്നൊരു തീരുമാനത്തിലെത്തുമ്പോൾ എന്തായാലും അതൊക്കെ രൂപപ്പെട്ടു വരും. പിന്നെ അപൂർവമായിട്ട് ചില ക്യാരക്ടർ അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പം വഴിതെറ്റി പോകുന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം അങ്ങനെയൊന്നും യാദൃശ്യമായിട്ട് കിട്ടിയാലൊരു പരാമർശം അല്ലെങ്കിൽ ഒരു വരട്ടി വിടുന്നു പറയുന്ന പോലെ എന്തെങ്കിലും കിട്ടിയേക്കുമായിരിക്കും എന്നൊക്കെ ഉണ്ട്. മനസ്സിൽ കൊതിയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ചേട്ടൻ എത്ര പടം ചെയ്തിട്ടുണ്ടാവും? ഒരു 400 കഴിയും. 400 പടമായി. ചേട്ടൻ അപ്പൊ ഏത് ഇയറിലായിരിക്കും ഇൻഡസ്ട്രിയിലേക്ക് വന്ന്? 35 കൊല്ലമായില്ലേ. പിന്നെ നസീർ സാറിൻ്റെ 2-3-4 പടം ഞാൻ ചെയ്തിട്ടുണ്ട്, കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. ചൂതാട്ടം ആദ്യം ചെയ്ത്, പിന്നീട് തിടമ്പ് എന്ന് പറഞ്ഞൊരു പടം, ബാലൻ കെ നായർക്കൊക്കെ നാഷണൽ അവാർഡ് കിട്ടുന്ന ഓപ്പോൾ സമയം വയനാടിലിവിടെയായിരുന്നു. അതിനാണ് ആദ്യം മദ്രാസിലൊക്കെ പോയിട്ടുള്ളത് ഞാൻ. ചില വിദേശ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഏതായിരുന്നു? ആദ്യം ഒരു ഗൾഫ് ഷോ, മോഹൻലാൽ ആൻഡ് മാജിക് ലാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബേബി ശാലിനിയൊക്കെ കുഞ്ഞായിട്ട് അഭിനയിച്ച അനീബ് ഒക്കെ ഉണ്ട്. അതായിരുന്നു ഫസ്റ്റ്. അതൊരു ബെർണാഡ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ആളായിരുന്നു സ്പോൺസർ. വലിയ ഷോ ആയിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നെ വേറെ CD അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ആള് പിന്നെ വേറെ ഷോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയതൊക്കെ ഒന്ന് പറയാ? അതിന് മുമ്പ് ഡബിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ NEPC വളർന്നൊരു കുഞ്ഞ് ഫ്ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ പോകും. അത് അപ്പോഴൊക്കെ ഭയങ്കര ആദ്യമായി പോയി. ഡബിങ് നടക്കൂലേ ദൈവമേ. 2-3 പടത്തിൽ കള്ളച്ചക്കൊക്കെ കിട്ടിയതേ ഉള്ളൂ. അത് മാറിയാണെങ്കിൽ തട്ടി പോകുമോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കയറിയപ്പോ പേടിച്ചിട്ട് ഇത് ഒരുമാതിരി കട്ടറിലൊക്കെ വീഴും പോലെയൊക്കെ വീഴുമായിരുന്നു. പിന്നെ ഒരു ആന്തലും അതൊക്കെ ഒരു ഭയങ്കര സുഖമുള്ള അനുഭവമായിരുന്നു, അറിയാത്തത് കൊണ്ടൊക്കെ. എങ്കിലും കുറേ അടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു നോക്കിയൊക്കെ ചെയ്തു. ബെറ്റൊക്കെ പറയാതെയൊക്കെ ഞാൻ ചെയ്തു കുറച്ച്. ചേട്ടാ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ കാര്യം പറ്റില്ലേ, കള്ളച്ചൊക്കെ കിട്ടിയെന്ന്? എത്ര കള്ളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്? നല്ല ചെക്ക് തന്നെയാണ്. നമ്മളെ കുഴപ്പം, നമുക്ക് യോഗം ഇല്ലാത്തതുകൊണ്ട് അതിന് പേരദോഷമായിരുന്നേ ഉള്ളൂ. അത് ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന എല്ലാവരുമാണ് മാനേജർമാർ, കുറച്ച് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അപ്പോൾ അവരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ല പടം, ഇപ്പോൾ നല്ല ഡയറക്ടർ പടം മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുറേ വലിയ പടത്തിൽ ചെയ്യാം. അങ്ങനെ ഞാൻ ഒരുപാട് വലിയ ഡയറക്ടേഴ്സ് പടം ഇപ്പോഴും ചെയ്തിട്ടൊന്നുമില്ല. ഈ ബന്ധം നോക്കിയുള്ള കുഞ്ഞു പടങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ നല്ല ഹിറ്റാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് പറ്റുന്നതെന്ന് വെച്ചാൽ നിർബന്ധിച്ചൊരു നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ദിവസം, ഒരു അര ദിവസം അല്ലെങ്കിൽ 2 ദിവസം പോയിട്ട് അവിടെ തീരത്തില്ല. അപ്പം മറ്റേ ആൾ വന്ന് നിൽക്കും, അവർ കൊണ്ടുപോകും. ആ സമയം മാനേജർമാർ പതുക്കെ ആരെങ്കിലും പ്രൊഡ്യൂസറൊക്കെ മാറി നിൽക്കും.
അവർ മാറി നിൽക്കുന്നുണ്ടാവില്ല, പക്ഷെ അവരെ കണ്ട് കാശ് വാങ്ങിക്കണ്ടേ, മറ്റൊരു കൊണ്ടുപോകാൻ നിൽക്കുമല്ലേ. ഒക്കെ ഡബ്ബിങ്ങിനാവട്ടെ എന്ന് പറയും. ഡബ്ബിങ് സമയത്തും ആരും കാണില്ല, ചിലപ്പോൾ ഒരു ചെക്ക് തരും, അത് അങ്ങനെ ആയിപ്പോൾ കുറേയൊക്കെ ഒരുപാടെണ്ണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപൂർവമായിട്ടേ ഉള്ളൂ. അപൂർവമായിട്ട് ഇങ്ങനെ വർഷങ്ങളാകുമ്പോൾ കുറച്ച് കൂടുതൽ അടുക്ക് വരുമെന്ന് മാത്രം. അപ്പൊ ചേട്ടൻ അവരോട് ആരും വഴക്കുണ്ടാക്കാനും പോയിട്ടില്ല, നമ്മൾ ജോലി ചെയ്തിട്ടില്ലേ? അപൂർവം ചിലയിടത്ത് ഈ അടുത്തൊക്കെ 1-2 പേരെടുത്തൊക്കെ ഞാൻ വഴക്കിന് വഴക്കുണ്ടാക്കാതെ തന്നെ അല്ല വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു വാശി തോന്നിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പിന്നെ കൂടുതലൊന്നും കഷ്ടവും ആണ് പലരുടെയും കാര്യം. ഒരുപാട് പ്രയാസങ്ങൾ ആ സമയത്ത് നമ്മളോട് പറയും അല്ലേ, അതാ നമുക്ക് ആലോചിക്കുമ്പോൾ അവരെയും കാര്യം കഷ്ടം തന്നെയാണ്. നിവൃത്തിയില്ലാതെ തരുന്നെങ്കിലേ അത് കൊണ്ടുപോയിട്ട് നമുക്കും അങ്ങോട്ട് ഫലമില്ലാതായി പോവും. കൃത്യമായിട്ട് തന്നില്ലെങ്കിലേ. ചേട്ടൻ എനിക്കൊന്ന് നല്ലൊരു മനസ്സുണ്ട്. കാര്യം ഒരുപാട് ചുമ്മാ ആരോടും വഴക്കുണ്ടാക്കാതെയും ഒരുപാട് പ്ലീസിങ്ങും ഡൗൺ ടു എർത്തും ഒക്കെ ആയിട്ടിരിക്കുന്നത്. പിന്നെ അതിനും വേണ്ടി വഴക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ട് പിന്നെ വെളിയിൽ പോയി വഴക്കൂടേണ്ട കാര്യമില്ല, ആവശ്യത്തിനുള്ള വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. ചേച്ചി തിരിച്ചാ പറയുന്നത്, ചേച്ചിനെയാണ് ഇങ്ങോട്ട് പറയുന്നത്. നല്ല ഇത് വെളിയിൽ പോയി വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല, അതിനു വേണ്ടി വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് പറയുമല്ലോ. അതും കൂടെ ചേച്ചിയുടെ നേരെ അങ്ങ് തീർക്കുക അല്ലേ. അന്നേരം ചേച്ചി എന്നാ എടുക്കും? ചേച്ചി മിണ്ടായിരിക്കും. ചൂടാവപ്പോ ഞാനും മിണ്ടൂല. അപ്പൊ ചേച്ചി അപ്പൊ എപ്പോഴാ ചൂടാവാ? ചേട്ടൻ തണുത്തിരിക്കുമ്പോഴേക്കും ഇതെല്ലാം തിരിച്ചു പറയാൻ പറ്റും. അപ്പൊ പിന്നെ ഒന്നും പറയുകയല്ല. ചേട്ടൻ പെട്ടെന്ന് ദേഷ്യമൊന്നും വരികയല്ലാത്തോണ്ട് പിന്നെ ചേച്ചി രക്ഷപ്പെടും. നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും നേരം ചിരിച്ചോണ്ടിരുന്നേ, നീ ചേട്ടൻ എന്റെ നേരെ ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ആഹാരം കൊടുക്കാം, അല്ലെങ്കിൽ ചേച്ചി ഞാൻ ചിലപ്പോ തെറിച്ചു പോയതിരിക്കും. അതാ വർത്താനം എനിക്ക് വല്ലതും തരുന്നുണ്ടോ കുഞ്ഞെ എന്ന് വല്ലതും ചോദിക്കുന്നത്. തുറന്നു നോക്കി അതിനകത്തൊന്നുമില്ലായിരുന്നു. ചേട്ടാ ഇത് സ്റ്റാർട്ടർ ആണ്. അതെ ചേട്ടൻ ഈ വെളിനാട്ടിലൊക്കെ പോകുമ്പോഴേ എന്തായാലും നമ്മുടെ ഭക്ഷണം ഒന്നും കിട്ടുകയല്ല. അവിടെ ഇങ്ങനെ പല വെറൈറ്റി അല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ കഴിക്കുന്നേ? കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കുറെ ഇല പോലത്തത് ബർഗർ ഇങ്ങനെ കിട്ടും, അതിനകത്തും വെച്ചേക്കും പാവികള് ഇറച്ചി ഇങ്ങനെ ചെത്തി, പിന്നെ അതിനൊക്കെ തുടച്ച് കഴിയും. പക്ഷെ ഇപ്പത്തെ പിള്ളേരെല്ലാം കഴിക്കുന്ന അതാണ്. ഇപ്പോൾ സുഖം അറിയോ, മിക്കവാറും നമ്മൾ ഗൾഫിൽ മാത്രമേ ഉള്ളൂ, എങ്കിലും മലയാളി ഉള്ളിടത്തൊക്കെ നമുക്ക് നല്ല ചോറും കറികളും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കടകൾ ഒത്തിരി ഉണ്ട്. കടുകൊക്കെ ഉണ്ട്. കടുക് നല്ലത്, അത് കടുക് വറുത്ത ഐസ്ക്രീം എന്ന് പറയാം അവസാനം. ഇത് കിടിലമാ, ഇത് അവിടെ വെക്കാനും തോന്നുന്നില്ല, തീർക്കുകയും വേണം. ചേച്ചി അതിന്റെ ആദ്യം നിന്ന് എടുത്താൽ മതി, അന്നേരം വെർമസിലി കിട്ടും, കശകശ കിട്ടും. ഈ സോസിൽ ചിഹ്നം പോലെ ഇരിക്കുന്നില്ലേ, എനിക്കിതിന് ഉത്തരം തരൂ എന്നാണ് കൊഞ്ചു പറയുന്നത്. അതാണ് ഈ സോസിൽ മുക്കി കഴിക്കണം. എന്താ ചേട്ടാ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. അതെങ്ങനെയാന്ന് ചോദിച്ചു വെച്ചോളെ, വീട്ടിലുണ്ടാക്കാനാ അല്ലേ? ആളെ കാണുന്ന പോലല്ല. എന്തായാലും എന്റെ ചോദ്യചിഹ്നത്തിന് ഉത്തരായി, ആൻസർ തന്നു. നന്നായി. അത് മാത്രല്ല എന്റെ ചോദ്യങ്ങൾക്കെല്ലാം നല്ല ഉത്തരവാ ചേട്ടാ തന്നെ. അത് ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഡൗൺ ടു എർത്ത് ആവണം എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്.